ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് ഈ ഒരു തീരുമാനം നടപ്പാക്കുന്നതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പല വാഗ്ദാനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നൽകാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവയൊക്കെ ഭൂരിഭാഗവും മറന്നു പോകുന്നതാണ് കാണാറ്. സാമ്പത്തിക ബാധ്യത ഉള്ള പദ്ധതികൾ മാറ്റിവെച്ച് സാമ്പത്തിക ബാധ്യതയില്ലാത്ത ചില പൊടിക്കൈകൾ പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രമാണുള്ളത്. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തി അതെല്ലാം മാറ്റിവെച്ച് ഒരു വിപ്ലവകരമായ തീരുമാനം അധികാരം ഏറ്റെടുത്ത് മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ് കേവലം 25 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് നടപ്പാകുകയാണ്. ഏകദേശം 18-നാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. 21-നാണ് നിയമസഭ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം ഈ 15-ാം തീയതി കേവലം ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ തീരുമാനം നടപ്പാക്കുമ്പോൾ മാസം 70 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഏറ്റവും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം ഒരു വർഷം 1000-ഓളം കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ജനപക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ ആ സർക്കാർ അടുത്ത 5 വർഷം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ തുറന്ന പ്രഖ്യാപനമാണ് ഈ ഇച്ഛാശക്തിയോടെ ഈ തീരുമാനം നടപ്പാക്കിയ കേരളത്തിലെ വി ഡി സതീശൻ സർക്കാരിന്. കേരളത്തിലെ വനിതകളുടെ മാത്രമല്ല ഓരോ കുടുംബത്തിൻ്റെയും ഐക്യദാർഢ്യമുണ്ടാകും. അങ്ങനെ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ സർക്കാരിനോട് ജനങ്ങൾക്ക് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയും. ഈ തീരുമാനത്തെ എതിർക്കുന്ന ചില ആളുകളുണ്ട്. ഉദ്ഘാടന പരിപാടികൾ പോലും ബഹിഷ്കരിച്ചുകൊണ്ട് നിലപാടെടുത്ത ആളുകൾ, അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടത് എന്നതാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായിട്ടും അതിൽ നിന്ന് പാഠം പഠിക്കാതെ ജനവിരുദ്ധമായ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഏതായാലും അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. നമുക്ക് ഈ തീരുമാനവുമായിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പദ്ധതികളുമായിട്ടും പരിപാടികളുമായിട്ടും മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്.